മലിക് നാലകത്ത് എഴുതിയ നിരവധി പുസ്തകങ്ങൾ നമ്മൾക്കൊക്കെ സുപരിചിതമാണ്. പുസ്തകമേളയിൽ മാക്ബത്ത് പബ്ലിഷിംഗ് കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുത്തൂർ റഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഷാർജ പുസ്തകമേള വെച്ച് നവംബർ 12 നടന്നതാണ്. നാട്ടിൽ അതിനെക്കുറിച്ചുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുക്കം മാനവം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മാനവത്തിൻ്റെ സ്ഥാപക കൺവീനറുമായിട്ടുള്ള പുരുഷോത്തമൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത് ഇരട്ടി മധുരമാണ്. കാരണം മാനവത്തിൻ്റെ രൂപീകരണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മലിക്ക്, ആ മലിക്കിന് സ്വീകരണം കൊടുക്കാൻ പലപ്പോഴും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചതായിരുന്നു. എന്നാൽ അദ്ദേഹം എഴുതിയ ഡോക്ടർ പുത്തൂർ റഹ്മാനെ കുറിച്ചുള്ള പുസ്തകത്തിന് ആ പുസ്തകം ഷാർജയിലെ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്തപ്പോൾ ഇനി അത് മാറ്റിവെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാനവം അദ്ദേഹത്തെ നിർബന്ധപൂർവം ആദരം കൊടുക്കുന്നു എന്നല്ല അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പുസ്തകം ചർച്ച ചെയ്യുന്നുവെന്നാണ്. അങ്ങനെ അദ്ദേഹം അറിയാതെ പുസ്തക ചർച്ചയുടെ കൂടെ അദ്ദേഹത്തെ ആദരിക്കാനും കൂടി മാനവം തയ്യാറായിരിക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രയോഗമുണ്ട് നാടിനെ പറ്റി. അരീക്കോട്ടുകാർ കച്ചവടക്കാർ, ചെറുവാടിക്കാർ തോണിക്കാർ, കാരശ്ശേരിക്കാർ ഇല്ലക്കാർ, കൊടിയത്തൂർക്കാർ സൗഹൃദം, അതേപോലെ കക്കാടുകാർ മൈപ്പണിക്കാർ, കുനിയക്കാർ കലീബമാർ, ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഒരു 3.5 പതിറ്റാണ്ട് മുമ്പ് നമ്മളെ മുക്കത്തേക്ക് വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട മലിക്ക്. അപ്പോൾ മുക്കത്തൊരു 3.5 പതിറ്റാണ്ട് കാലം മുമ്പ് വന്ന് മുക്കമെന്ന സൗഹൃദ ഗ്രാമത്തിൻ്റെ ആ എല്ലാ രംഗത്തും കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമാണ് മലിക്ക്. മലിക്കിൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം ഞാനൊരു എഴുത്ത് ശ്രദ്ധിക്കുന്നത് ഒരു 15 വർഷം മുമ്പ് വ്യാപാരി വ്യവസായി ഇറക്കിയ ഒരു സോനീറാണ്. വളരെ മനോഹരമായി എനിക്ക് അതിൻ്റെ ഒരു കോപ്പി അവർ തന്നിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ് അദ്ദേഹം എഴുത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ചാലിയാർ സാക്ഷി എന്ന പുസ്തകം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഞാൻ സാക്ഷി എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് വായിച്ച് പൂർത്തിയാക്കാതെ വെക്കാൻ പറ്റില്ല. വായിച്ചവർക്ക് അനുഭവം ഉണ്ടാവും. കാരണം അതിലെ അക്ഷരങ്ങളെ അടുക്കി വെച്ച ആ രീതി, അതുകൊണ്ട് കാര്യങ്ങളെ വിവരിച്ചത്, വലിയൊരു ഗവേഷണം അതിൽ മലിക്ക് നടത്തിയിട്ടുണ്ട്. അപ്പം മലിക്കിനെ ഒന്ന് പുരുഷോടെ പറഞ്ഞത് മലിക്കിനെ ഒന്ന് ആദരിക്കണം, മലിക്കിൻ്റെ ഈ പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് മാനം ഉദ്ദേശിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് വരുന്നത്. ഈ പുസ്തകം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുത്തൂർ റഹ്മാൻ അദ്ദേഹം വളരെ ചെറിയ അവസ്ഥയിൽ നിന്ന് ഒരു വർഷാപ്പ് തൊഴിലാളിയിൽ നിന്ന് ഫുജൈറ ഭരണാധികാരിയുടെ ഉപദേശക സമിതിയിലേക്ക് വരെ അത്രമാത്രം ആ ഇടപെടാൻ പറ്റുന്ന ആളായിട്ട് അദ്ദേഹം മാറി, അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വളർച്ചയും എല്ലാവർക്കും പ്രചോദനമാണ്. പ്രചോദനം മാത്രമല്ല, അദ്ദേഹം ചെയ്ത് സാധാരണക്ക് ചെറിയതിൽ വന്ന് വലിയ രീതിയിലൊക്കെ എത്തുമ്പോൾ ആളുകൾ മറ്റുള്ളവരെ മറന്നു പോരാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി അത് പല വിവിധങ്ങളായ കാരുണ്യ പ്രവർത്തനത്തിലൂടെ KMCCൻ്റെ പ്രവർത്തനം, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഇന്നും 4 ദിവസം മുമ്പ് മനോരമയിലുണ്ടായിരുന്നു ഒരു 3 വലിയൊരു സംഖ്യ അദ്ദേഹത്തിൻ്റെ പരിശ്രമമായിട്ടൊരു ചികിത്സയ്ക്ക് ലഭ്യമാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാതൃകാപരമായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ്. ബാക്കി ഇവിടെ കാര്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ എന്ത് ആത്മവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പല വശങ്ങളും അനാവരണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ വളരെ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഷെയ്ഖിൻ്റെ മാനേജറായി മാറുന്നതിലേക്ക് ഒരുപാട് വഴികൾ കടന്നു പോകാനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ് വരുന്നത്. നമ്മളൊക്കെ വിജയം വരുന്നത് കാനുകളിലൂടെയാണെന്ന് പറയാറുണ്ട്. കാൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ, വി ക്യാൻ എന്നൊരു ആത്മവിശ്വാസം. അതുണ്ടാകുമ്പോൾ നമുക്ക് എവിടെയും എത്താൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പലതും നേടാൻ കഴിയും. മനുഷ്യർക്ക് കണ്ണ് കാണുമായിരുന്നില്ല, ചെവി കേൾക്കുമായിരുന്നില്ല, പിന്നെ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ടും അവർ ലോകത്ത് ഒരുപാട് ലോകങ്ങൾ സഞ്ചരിച്ചു, ഒരുപാട് നല്ല സൃഷ്ടികൾ നടത്തി, അങ്ങനെ മറ്റുള്ളവർക്കും പ്രചോദനമായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കൊക്കെ വിചാരിച്ചാൽ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് ചെയ്യാൻ കഴിയും. എങ്കിലും ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന് സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സർവശക്തൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
അപ്പോൾ ഈ പുസ്തകത്തിൽ ശ്രീ പുത്തൂർ റഹ്മാൻ അദ്ദേഹം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ട് വളരെ ഒരു എളിയ സാഹചര്യത്തിനെ എങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഫുജൈറയിൽ ഒരു ഷെയ്ഖിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് മാനേജർ എന്ന നിലയിലുള്ള ഒരു തസ്തിക വരെ എത്തിച്ചു. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ അദ്ദേഹം ഇടപെടുമ്പോഴും അദ്ദേഹം അതിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഇതിനെയൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുവരുന്ന അസാധാരണമായിട്ടുള്ള അതിൻ്റെ സംഘാടന മികവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീടുള്ള ആ കാലത്തൊക്കെ പിന്നീട് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അതിനെ മാറുകയും അങ്ങനെ അത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു മഹാസംഭവമായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കോർത്തു വെച്ചുകൊണ്ട് മലിക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് കേവലമായ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയായിരുന്ന ശ്രീ റഹ്മാൻ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ലോകമറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആർക്കെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ സഹായമായി എത്തുന്ന വലിയൊരു സഹായ സ്രോതസ്സുമായി മാറി എന്നുള്ളതാണ് ഈ പുസ്തകം നൽകുന്ന അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ മലിക്ക് റഹ്മാനെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു അർത്ഥത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതുതലമുറയ്ക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള തൊഴിലൊന്നും ഈ നാട്ടിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ നൈരാശ്യം മാത്രമാണ് ബാക്കിയെന്ന് നിൽക്കുമ്പോൾ പുത്തൂർ റഹ്മാൻ വലിയൊരു ബിംബമായിട്ട് അവരുടെ മുമ്പിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ വ്യാപരിച്ച മേഖലകളിലെല്ലാം അഭൂതപൂർവമായ വിജയം കൈവരിച്ച ഒരു വ്യക്തിയായിട്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഈ പുസ്തക ചർച്ചയിൽ ശരിക്കും പ്രസാധകയ്ക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചർച്ചയിലൊന്നും ഒരിക്കലും ഒരു പ്രസാധകയൊന്നും ഭാഗമാവാറ് പോലുമില്ല. ഈ ഒരു പുസ്തക ചർച്ചയുടെ ഭാഗമാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഒന്ന്, ഈ ഒരു കൂട്ടായ്മ മാനവം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അതിൻ്റെ പേര് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഈ പുസ്തകവും മാലിക് എന്ന് പറയുന്ന എഴുത്തുകാരനും എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ്. ഇനി നമ്മുടെ മാക്ബത്ത് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച സമർപ്പിതം ഈ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് തന്നെ വരാം. മാലിക് നാലകത്തിന് ഞാൻ ഈ പുസ്തകം ഏൽപ്പിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ഒരുപാട് പുസ്തകങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ഭാഷ, ഒരു പുസ്തകം ഞാൻ ഏൽപ്പിച്ച എനിക്കത് ഭംഗിയായിട്ട് തരുമെന്ന് ഉറപ്പുള്ള ഒരു എഴുത്തുകാരനാണ് മാലിക് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സമർപ്പിക്കുന്നത്. ആദ്യം ഞാൻ പോയിട്ടാണ് പുത്തൂർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഫുജൈറയിൽ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിനോട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഞാനാണ്. അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് റെക്കോർഡ് ചെയ്തിട്ട് വരുമ്പോൾ എനിക്കറിയാമായിരുന്നു അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ വേണം, കൂടുതൽ കാര്യങ്ങൾ വേണം. അതിന് എനിക്ക് ഒരു അന്വേഷണം നടത്തി എഴുതാൻ പറ്റുന്ന ഒരാൾ മാലിക് തന്നെയായിരുന്നു. കാരണം പുത്തൂർ റഹ്മാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് നമ്മൾ വിളിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുക എന്നൊന്നും പറയുന്നത് അത്രത്തോളം പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തി പോയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാം, വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാം. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിക്കുക എന്ന് പറയുന്നത് സാധാരണമായ കാര്യമാണ്. അത് വളരെ സാധാരണമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് തൻ്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള മനുഷ്യർക്ക് പറ്റുന്ന രീതിയിൽ നൽകുക, അല്ലെങ്കിൽ അവരെയും കൂടി ചേർത്ത് പിടിക്കുക എന്നതാണ് ശ്രീ പുത്തൂർ റഹ്മാൻ ചെയ്തിട്ടുള്ള വലിയ കാര്യം. അത് തന്നെയാണ് ഈ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അത്രയും നല്ല രീതിയിൽ മനുഷ്യരെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പുസ്തകമാക്കുക എന്ന ലക്ഷ്യത്തോട് ചെയ്ത ഒരു കർത്തവ്യമായിരുന്നു സമർപ്പിതം ഈ ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകം. അതിനുവേണ്ടി മാലിക്കിന് ഞാൻ കൊടുത്ത ഡാറ്റകൾ വളരെ കുറച്ചാണ്. ബാക്കിയൊക്കെ മാലിക് അതിനുവേണ്ടി കണ്ടെത്തുകയും പല രീതിയിൽ മുന്നോട്ട് പോവുകയും എഴുതുകയും ഒക്കെ ചെയ്തതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാലിക് എന്താണോ ഈ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളത് അതിനെ സത്യസന്ധമായി അടയാളപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനെ ഇവിടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടും സമ്മാനിക്കാതെയാണ് ഈ പുസ്തകം ഇത്ര വളരെ മികച്ച രീതിയിൽ മാലിക് തയ്യാറാക്കി തന്നിട്ടുള്ളത്. അതിന് മാലിക്കിനോട് മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ പേരിലും എൻ്റെ പേരിലുമൊക്കെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഈ അവസരം. ഈ പുസ്തകത്തിലുള്ള ഒരു മനുഷ്യ സ്നേഹമുണ്ട്, ഉറവ പറ്റാത്ത കരുണയുണ്ട്, സ്നേഹമുണ്ട്. അത്
ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഒരുപാട് മനുഷ്യരെ സഹായിച്ചതിൻ്റെ കഥയുണ്ട്. അപ്പം അത് ഒന്നില്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പകർന്നു നൽകുന്നത് സ്നേഹം മാത്രമായതുകൊണ്ട് ഇതിന് പിന്നാലെ തന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടാകും. മാലിക്കിന് ഇനിയും ഒരുപാട് എഴുതാൻ സാധിക്കും. ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകളിൽ മാലിക്കും ഷഹനാസും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ചർച്ചകൾ നിങ്ങളാണ് പുസ്തകം വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടതും നിർദ്ദേശങ്ങൾ തരേണ്ടതും. അതിലെന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ ആശയത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനോ വ്യത്യാസമുള്ളതുണ്ടെങ്കിൽ പറയേണ്ടതുമൊക്കെ. അത് ചർച്ച അങ്ങനെ തന്നെയാണ്, അല്ലാതെ മാലിക്കിനെയോ പുസ്തകത്തെയോ പുകഴ്ത്തുകയോ ഒന്നും ചെയ്യുന്നതല്ല. അതിൽ നിങ്ങൾക്ക് സത്യസന്ധമായി തോന്നുന്ന കാര്യങ്ങളുമായി പറഞ്ഞ് ഓരോരുത്തരുടെയും ചർച്ചകൾ, വായനയിലൂടെയുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ചടങ്ങിന് ഇവിടെ എത്താൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പുസ്തകം എന്താണെന്നൊക്കെ ഇവിടെ പരിചയപ്പെടുത്തി കളഞ്ഞു. ഞാൻ വിചാരിച്ചതൊക്കെ പറഞ്ഞു തോന്നും, പക്ഷേ പുസ്തകത്തിൽ കാര്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പുസ്തകത്തിൽ പുത്തൂർ റഹ്മാന് എന്ന അതികായനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ആ കാലഘട്ടത്തിൻ്റെ മുമ്പുള്ള നമ്മളുടെ മലബാർ എന്തായിരുന്നു എന്ന് ശരിക്ക് വരച്ചിട്ടുണ്ട് മലിക്ക്. ഇന്നത്തെ കുട്ടികളോടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാത്ത മലബാറിൻ്റെ ചിത്രം, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, കാളവണ്ടിയുടെ കാലം ശരിക്ക് ഇതിൽ വരച്ചിട്ടിരിക്കും. അതിനുശേഷം 60-കൾ 57-കളിലുള്ള രാഷ്ട്രീയം, 60-കളിലുള്ള രാഷ്ട്രീയം, ന്യൂനപക്ഷ സമുദായത്തിനെ നമ്മളുടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ അന്നത്തെ ആളുകളുടെ രാഷ്ട്രീയം ഒക്കെ ഒരാളെയും പേടിക്കാതെ ഇതിൽ വരച്ചിട്ടിരിക്കുന്നു. മലിക്കിൻ്റെ ഒരു കയ്യടി ആദ്യം നിങ്ങൾ കൊടുക്കണം. അത് അങ്ങനെ പത്തേമാരിയിലും ലോഞ്ചിലും ഭാഗ്യാന്വേഷണമായി 1970-കളിൽ ഗൾഫിലേക്ക് പറഞ്ഞ മലയാളിയുടെ ചിത്രവും ഈ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. വെറും ഒരാളെ ഒരു ജീവചരിത്രം മാത്രമാണെന്ന് കരുതി ഈ പുസ്തകം വാങ്ങാതാരും പോകണ്ട. അന്നത്തെ മലയാളിയുടെ ചരിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നാടുപടിക്കാറ്റിൽ കാണുന്നത് ദുബായിയാണ്, ഇവിടെ ഇറങ്ങി നീന്തിക്കുമെന്ന് പറയുന്നത് മാമുക്കോയ പറയുന്നത്. ബേപ്പൂരിൽ നിന്ന് ചാടി ഇറക്കുന്ന ഒരു സംഭവം അതിവിടെ നടന്നതാണ്, സിനിമയിലുള്ളതല്ല. ഇന്നത്തെ ആളുകൾ വിചാരിക്കും അത് സിനിമയിൽ കണ്ടതാണെന്ന്. സിനിമയിൽ കണ്ടതല്ല. അത് ഒക്കെ കറക്റ്റായിട്ട് വളരെ ഹൃദയസ്പർശിയായ ഭാഷയിലുള്ള പരിജ്ഞാനം കൊണ്ട് മലിക്ക് വരച്ചിട്ടിരിക്കുന്നു ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നത് അധികാരമില്ലെങ്കിൽ ഈ മലിക്കിൻ്റെ പുസ്തകത്തിന് വിളിച്ചു വരുത്തി ഈ മുക്കത്തുകാരുടെ മുമ്പിൽ എന്നും കലയെയും സാംസ്കാരികത്തെയും നെഞ്ചോട് ചേർക്കുന്ന മുക്കത്തുകാരുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ മാനവത്തിനും എൻ്റെ പ്രിയ സുഹൃത്ത് മലിക്കിനും അതിലുപരി എന്നെ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് വളരെയേറെ വലുതാക്കി പറഞ്ഞ ലുക്കുമാനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. അവിടെ അവതാരികയിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ വിധാതാക്കൾ അവരവർ തന്നെ. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ മലിക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് നിമിത്തമായത് പുത്തൂർ റഹ്മാനാണ് എന്നുള്ളത് മാത്രം. പുത്തൂർ റഹ്മാൻ അവിടുത്തെ ഒരു നേതാവ് എന്നുള്ള നിലക്ക് പല നിലക്കും അദ്ദേഹവുമായി എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. മുമ്പ് വാതിൽ തുറക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മലിക്ക് അതിൽ എഴുതുന്നതിൽ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ആശ്ചര്യം തോന്നി. കാരണം മലിക്കിന് ഷഹനാസ് കൊണ്ടുകൊടുക്കുന്ന ഡാറ്റകൾ വെച്ചാണ് മലിക്ക് പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഒരു കഥാനായകനെ കാണാതെ കഥാകൃത്ത് എങ്ങനെയാ കഥാനായകനെ രൂപകൽപ്പന ചെയ്യും എന്നുള്ളത് ശരിക്കും ഞാൻ വെച്ചു. അങ്ങനെ ഉണ്ട് ഒരു പുസ്തകരചന. ഇത് ചരിത്രമാണല്ലോ എഴുതുന്നത്. അവൻ പുത്തൂരിനെ കണ്ടിട്ടില്ല, പുത്തൂരിനെ കേട്ടതേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ പുത്തൂരിനെ പറ്റി ഈ മലിക്ക് ഒരു പുസ്തകം രചിക്കുക എന്നുള്ളത് അവിടെ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ മലിക്ക് വിജയിച്ചു. മലിക്ക് പുത്തൂരിൻ്റെ ബാല്യകാലം തൊട്ട് നാട്ടിലെയും അതുപോലെ തന്നെ പ്രവാസ ലോകത്തെയും കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വളരെ ആ ഉയർച്ചയുടെ പടവുകൾ ഓരോന്നും വിവരിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പം ഒരിക്കലും തന്നെ ഈ ഒരു കാര്യം അവിടെ പറയേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ പുസ്തകത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് റഹ്മാന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പുത്തൂരിനെടുത്ത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പുത്തൂരിൻ്റെ എന്നാണ്. അവിടെ പുത്തൂർ എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി അവിടെ ഭംഗിയാവുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ പുതുകിരണങ്ങളെല്ലാം തന്നെ വളരെ നന്നായി. കാരണം
അത് പുത്തൂർ റഹ്മാന്റെ ഒരു വഴിത്തിരിവാണ്. അവിടെ വെച്ചാണ് പിന്നെ ഷെയ്ഖിന്റെ പാലസിലേക്കും എല്ലാം തന്നെ അങ്ങനെ ജോലി ഘട്ടം ഘട്ടമായി പോകുന്നതെല്ലാം തന്നെ അവിടെ വെച്ചാണ്. അത് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിൽ മലിക്ക് ശരിക്കും അവിടെ വിജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ അവിടെ ഗോളിനെ പറ്റി പറയും. ഗോൾ ശരിക്കും ഒരു ഗോൾ തന്നെയാണ്. അതൊരു മലിക്ക് ഗോളടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ തന്നെ ആ പുസ്തകത്തിൽ അത് കാണുന്നുണ്ട്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആ വായന ഒന്ന് അവിടെ നിർത്തി നമ്മളൊന്ന് അല്പനേരം ഒന്ന് ആലോചിച്ചു പോകുന്ന, കണ്ണീരൊഴുക്കി പോകുന്ന ഒരു അധ്യായമാണ് വേർപാടും പുനർജനിയും. അത് പുത്തൂരിന്റെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു ഘട്ടമാണ്. അതവിടെ കൂട്ടിച്ചേർക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ആ പുത്തൂരിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിലും വലിയൊരു ഭാഗം തന്നെയാണ് ആ പുനർജനിയെ പറ്റിയെല്ലാം തന്നെ അവിടെ മരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെയും വലിയൊരു സന്ദേശം നമുക്ക് പുത്തൂര് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ വിട്ടുപോയി എന്നെനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് ലണ്ടൻ ആശുപത്രിയിൽ 1 വർഷത്തോളം അവിടെ കഴിഞ്ഞ പുത്തൂർ റഹ്മാന് അവിടെ വെച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ശരിക്കും അറിയേണ്ടതും അറിയിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ പുസ്തകത്തിൽ നിർബന്ധമായും ഒരു ഭാഗമായി വരേണ്ടതാണ്. പുത്തൂർ റഹ്മാൻ ആ KMCCയുടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം KMCCയിലൂടെ പുത്തൂർ റഹ്മാൻ അവിടെ നടപ്പാക്കിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതും വളരെ ശ്രദ്ധേയമായ പരിപാടികളാണ്. പല കാര്യങ്ങൾ ജീവകാരുണ്യ രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, ഇങ്ങനെ പല മേഖലകളിലായിട്ട് അതും ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതായിരുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് രചയിതാവും പുസ്തകവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. കാരണം മലിക്ക് എന്ന് പറഞ്ഞാൽ മലിക്കിൻ്റെ രാഷ്ട്രീയവും മലിക്കിൻ്റെ സാംസ്കാരിക ബോധമൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് 100% വ്യത്യസ്തനായ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ അടയാളപ്പെടുത്താമെന്നുള്ള വലിയൊരു ഭാഷാപരമായ ഒരു തന്ത്രം മലിക്ക് ഈ പുസ്തകത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. മലിക്കിനെ മനസ്സിലുള്ള ഏതൊരാൾക്കും പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 2 രാഷ്ട്രീയമായ വൈരുദ്ധ്യവും സാംസ്കാരികമായ ബോധത്തിലുള്ള വൈരുദ്ധ്യവും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഊന്നുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾ അവരുടെ ഔദാര്യപൂർവം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സേവനം അല്ല. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ഒരു ബോധത്തിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള മെഡിക്കൽ സയൻസ് വളരെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില വ്യക്തികളുടെ ഔദാര്യം കൊണ്ട് ചികിത്സയും അവരുടെ വീട് നിർമ്മാണവും ഒക്കെ നമുക്കതിന് വല്ലാത്തൊരു വിഷമം തോന്നും. ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കുട്ടിയെ നമ്മൾ ആരും പരിഗണിക്കില്ല. കുട്ടിക്ക് താക്കോൽ കൊടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വല്ലാതെ മനുഷ്യരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയും മലിക്കിൻ്റെ അതിനോടുള്ള ഒരു മലിക്കിൻ്റെ ചിന്തയും തമ്മിലുള്ള ചിന്താധാരകൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ഈ പുസ്തകത്തിൽ ഉടനീളം ഉള്ളിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വളരെ വിയോജിപ്പുള്ള ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മതാത്മകമായ ഒരു മതേതരത്വമാണ്. ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ തലത്തിലുള്ള മതം ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടാത്ത, ഭരണകൂടത്തിൽ ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടാത്ത പ്യുവർ സെക്യുലറിസ്റ്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മതാത്മകമായ തരത്തിലുള്ളൊരു രാഷ്ട്രീയമാണ് അദ്ദേഹം 20കളിലൊക്കെ മുന്നോട്ട് വെച്ചത്. പക്ഷേ 40കളിലെത്തിയപ്പോൾ അദ്ദേഹം ആ സെക്യുലറായിട്ടുള്ള ആ ഒരു ബോധം മതവും രാഷ്ട്രവും തമ്മിൽ 100% വേർപിരിയണം എന്നുള്ള ഒരു തലത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ഈ പുസ്തകത്തിലുള്ള മതേതരത്വം എന്ന് പറയുന്നത് തികച്ചും മതാത്മകമാണ്. അത് നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശങ്ക ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ്. അതുപോലെ മലിക്ക് ഈ ഫുജൈറ, അതുപോലെ ഈ അവിടെ
ഷാർജ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട്. UAE 7 എമിറേറ്റ്സുകളുണ്ട്. ഈ ഗൾഫിലൊക്കെ പോയ ആളുകൾക്കറിയാം, ഇങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഗ്രാമീണരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളാണ്. അവിടെ നിന്ന് ഒരു സാധാരണ ഒരു മനുഷ്യൻ, നമ്മുടെ നാട്ടിലെ ഗ്രാജുവേഷൻ മാത്രമുണ്ടായിരുന്ന, സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സമർപ്പണവും പിന്നെ പതറാത്ത മനസ്സും അതുപോലെ ഉറച്ച ദൈവവിശ്വാസം, ഈ ദൈവവിശ്വാസം കൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തത് എന്നുള്ളൊരു ധാരണ ഈ പുസ്തകത്തിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ലിവർ മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സയൻസാണ്. അപ്പോൾ സയൻസിനുള്ള ഒരു സാധ്യതയും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഏതൊരാളെയും വേണമെങ്കിലും മലിക്കിൻ്റെ അടുത്ത് കൊടുത്താൽ മലിക്കിൻ്റെ ഭാഷയിൽ നമ്മളെ മേക്കപ്പ് ചെയ്ത് തരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുസ്തകത്തിലെ ഭാഷ എന്ന് അസൂയോടുകൂടി പറയുകയാണ്. ഈ വൈരുദ്ധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യം ഉണ്ടായിരിക്കെ എങ്ങനെ ഈ അഭ്യാസം സാധ്യമായി എന്ന് പറയേണ്ടത് മലിക്കാണ്. അദ്ദേഹം അത് പറയുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വൈകി, എല്ലാവർക്കും പോകാൻ തിരക്കായിട്ടുണ്ട്. പറഞ്ഞാൽ പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ രചനാ ശൈലി നല്ല എഴുത്ത്, അങ്ങനെ തന്നെ പറയണം. അതിൽ പറഞ്ഞ കുറച്ച് ചരിത്രം, ഒരു കേരള ചരിത്രമുണ്ട്. ഞാനൊന്നും കേൾക്കാത്ത ചരിത്രമാണത്. ആദ്യത്തെ നേരത്തെ പറഞ്ഞ പോലെ 1967 നമ്മുടെ പിന്നെ EMS മന്ത്രിസഭ ഭരിച്ച സമയത്തുണ്ടായിട്ടുള്ള പരിഷ്കാരം, അത് എത്രമാത്രം നമ്മുടെ മലബാർ പ്രവിശ്യയെ ഉയർത്തിക്കൊണ്ടുവന്നതും ഇതിനുശേഷമുള്ള 80-ലെ ആ സംഭവങ്ങളൊക്കെ എനിക്ക് അപ്രാപ്യമായിട്ടുള്ള വിവരങ്ങളായിരുന്നു. അത്തരത്തിലുള്ള നല്ല കേരള ചരിത്രം ആ പുസ്തകത്തിലുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ, ആ ഉയർത്തെഴുന്നേൽപ്പിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മാനവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയുടെ ജീവചരിത്രം അത് പുസ്തകമാക്കിയ മലിക് സാഹിബിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇവിടെ 2 വ്യക്തികളാണ് പരാമർശിക്കപ്പെടുന്നത്. ഇതിലൊരാൾ, പ്രധാനപ്പെട്ട ഒരാൾ എൻ്റെ സ്വന്തം അളിയനാണ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത്, മലിക് മാനാരകത്ത്. മറ്റൊന്ന് പുത്തൂർ റഹ്മാനാണ്. അദ്ദേഹത്തെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ നാട്ടിൽ അദ്ദേഹം അൻസാർ അറബി കോളേജിൽ 2-3 വർഷം പഠിച്ചിരുന്നു. ഒന്ന് തൊട്ട് എനിക്കറിയാം, വളരെ അടുത്ത സൗഹൃദപരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ പുത്തൂർ റഹ്മാൻ ഒരു റോൾ മോഡൽ തന്നെയാണ്, ഒരു മാതൃകാ പുരുഷനാണ് അദ്ദേഹം. മലിക്കിന് വളരെ ചെറുപ്പം തൊട്ടേ ഈ സാഹിത്യം, കല, സ്പോർട്സ് തുടങ്ങിയവയിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അതിനെ കൂടുതൽ വളർത്തിയെടുത്തത് മുക്കം ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ വന്ന ശേഷമുണ്ടായ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും ഒക്കെ സാഹിത്യപരമായും കലാപരമായും ഒക്കെ അദ്ദേഹത്തിനും കൂടി വളർച്ച കിട്ടുന്ന രൂപത്തിലായിരുന്നു. അത് അദ്ദേഹം നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഒരു നല്ല പുസ്തകമാണ്, അതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ ചെറിയ ചെറിയ ചാപ്റ്ററുകളിലൂടെ നല്ല ആകർഷണീയമായ തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ വിവരിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ ബാപ്പു വെള്ളിപ്പറമ്പ് പറഞ്ഞതുപോലെ ഈ ഓരോ വിഷയത്തിൻ്റെയും പശ്ചാത്തല ചരിത്രം കൂടി അതിൽ വിവരിച്ചു കാണുന്നുണ്ട്. അത് വളരെ ഉപയോഗപ്രദമാണ്. അപ്പോൾ മലബാറിൻ്റെ അന്നത്തെ മലബാർ എന്താണ് എന്നത് വിവരിച്ചുകൊണ്ടാണ് റഹ്മാൻ്റെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. മലിക്ക് ഒരു പുസ്തകം എഴുതുമ്പോൾ നമ്മൾ വളരെ കൂടുതൽ പ്രതീക്ഷിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആകർഷകമായ ഭാഷാശൈലി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എനിക്ക് സ്വല്പം നിരാശ തോന്നി എന്നതാണ് സത്യം. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് പൂർണ്ണമായും ഈ പുസ്തകത്തിൽ പ്രതിഫലിച്ചു. അതിൻ്റെ കൂടെ വരച്ച ചിത്രങ്ങളൊക്കെ വളരെ ആകർഷണീയമാണ്. നല്ല ചിത്രങ്ങളാണ്. ചിത്രകാരനെ ഇവിടെ കണ്ടു. എനിക്ക് നേരത്തെ പരിചയമില്ല, പക്ഷേ അത് നന്നായിട്ടുണ്ട്. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രണ്ട് കവറിൽ നിന്നത് വളരെ നന്നായിട്ടുണ്ട്. അത് മൾട്ടി കളർ ആണ് ഉള്ളത്. മാത്രമല്ല അതിൽ പുത്തൂർ റഹ്മാന് കൊടുത്ത ചിത്രം തന്നെ വളരെ
ആകർഷകമായ ഒരു ചിത്രമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് പോകുമ്പോൾ വരച്ച ചിത്രങ്ങളൊക്കെ നല്ലതാണെങ്കിൽ തന്നെയും അത് തീരെ കളർഫുള്ളല്ല. ഇതുങ്ങൾ ഇനി അടുത്ത തവണ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ചിത്രങ്ങളും അകത്തും പുറത്തും ഒക്കെ കളർഫുള്ളായിട്ട് മാറണം എന്ന് എനിക്ക് അഭിപ്രായമാണ്. നേരത്തെ അപ്പോൾ ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു. വളരെ പെട്ടെന്ന് വായിച്ചു തീർത്തു പുസ്തകം. അത് അതിൻ്റെ നേരത്തെ അസീസ് മാഷ് പറഞ്ഞ പോലെ ആ ഭാഷാ ശൈലി കൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ നിർത്താതെ വായിപ്പിക്കാനുള്ളൊരു ശൈലി, ഭാഷയുടെ ശൈലി അതിലുണ്ട്. അത് തന്നെയാണ് എഴുത്തുകാരൻ്റെ വിജയം. അപ്പം അത് കഥയായാലും കവിതയായാലും പിന്നെ ലേഖനങ്ങളായാലും എന്തുതന്നെയായാലും അത് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നിർത്താതെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു എഴുത്തിൻ്റെ ശൈലിയിൽ ഒരു എഴുത്തുകാരൻ സൂക്ഷിക്കേണ്ടതാണ്. അതിൽ മലിക് ഭായ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് ചില ഭാഗങ്ങളൊക്കെ വളരെ ഇങ്ങനെ ആ ഗോളടിക്കുന്നൊരു ഭാഗമല്ല. എനിക്ക് സത്യത്തിൽ ഞാൻ ഫുട്ബോൾ കാണുമ്പോഴേ തോന്നിയത്. എനിക്ക് ആ എഴുത്തിന് ശരിക്കും ഭയങ്കര, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ആ ഭാഗം ഇങ്ങനെ എഴുതിയത്. എനിക്ക് ആ ഗോളടിക്കുന്നത് ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ട പോലെ തോന്നി എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ. അങ്ങനെ കുറേ ഭാഗങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട. മുഴുവനും ഞാനിവിടെ പറയാം, കാരണം സമയം കുറേ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ സമയം കുറേ പോവാണ്. അപ്പം അതുപോലെ തന്നെ അപ്പം ആ എഴുത്തിൻ്റെ ഒരു ശൈലിയിൽ ഭാഷയെ സ്നേഹിക്കുന്ന കുറേശ്ശെ എഴുതാൻ ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എഴുത്തിനെ കുറിച്ച് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു എഡിറ്ററുടെ കുറച്ച് ജോലി ചെയ്തത് കൊണ്ട് ആ എഡിറ്റിങ്ങിൻ്റെ കാര്യം കുറച്ച് അതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിലൊരു വിയോജിപ്പും പറയാലോ. അപ്പം അതുകൊണ്ട് വായിച്ചു വന്നപ്പോൾ അതിൽ കുറേ അക്ഷരത്തെറ്റുകൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് നമുക്ക് വായിച്ച് വരുമ്പോൾ അക്ഷരത്തെറ്റ് വരേണ്ട, അത് സ്പേസിങ്ങിൻ്റെ ഒക്കെ കുറേ വിഷയം. അപ്പോൾ പ്രൂഫ് റീഡിങ് അടുത്ത പതിപ്പിൽ പ്രൂഫ് റീഡിങ് കുറച്ചും കൂടി നന്നായിട്ട് നോക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ഇതിൽ പറയാത്ത നമ്മുടെ ബൈജു അല്ലേ, ആ തലക്കെട്ട് എഴുതിയ എത്ര വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരകളും വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ വരകൾ നമ്മൾക്കത് ആ പുസ്തകത്തിലെ എല്ലാ പുത്തൂർ റഹ്മാൻ്റെ ജീവിതം മുഴുവൻ കാണിക്കുന്ന രീതിയിലുള്ള വരകളും അതുപോലെ ഫോട്ടോകളും ധാരാളമായിട്ട് അതിൽ കൊടുത്തിട്ട് നമുക്കത് കൃത്യമായിട്ട് ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ പുസ്തകം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും പുസ്തകങ്ങൾ ചെയ്യാൻ മലിക് ഭായിക്ക് കഴിയട്ടെ. അത് ഏറ്റെടുക്കാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഷഹനാസിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മാനവം കുറച്ചു കാലങ്ങൾക്ക് ശേഷം വളരെ സജീവമായതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു. ഒരു ഭാഷ മരിക്കുന്നതിന് 3 കാരണങ്ങളാണ് ഡേവിഡ് ക്രിസ്റ്റൽ പറയുന്നത്. അതിലൊന്ന്, ആ ഭാഷ സംസാരിക്കുന്ന മുഴുവൻ ആളുകളും മരിച്ചു പോകും. രണ്ടാമത്തത്, മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്കാരം, ഒരു ഭരണക്രമം ഈ ഭാഷയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. മൂന്നാമത്തെ കാരണം, തങ്ങളുടെ ഉപജീവനത്തിനായിട്ടുള്ള തൊഴിലുകളിലേക്കൊന്നും തന്നെ പോകാൻ നിർവാഹമില്ല എന്ന് കരുതി ഒരു ഭാഷ സംസാരിക്കുന്ന ഏറ്റവും പുതിയ തലമുറ ആ ഭാഷയെ കൈയൊഴിയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാമത് പറയുന്ന ഒരു കാരണം വളരെ സജീവമായി നമുക്ക് തന്നെ അറിയാം. മലയാളികളായ നമ്മൾ തന്നെ വലിയ തോതിൽ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം ആരംഭിക്കുകയും മലയാളത്തിന് വളരെ വളരെ ചെറിയ പ്രാമുഖ്യം മാത്രമേ നമ്മളിപ്പോൾ നൽകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കും വിദ്യാലയങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്ത് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ അഭിനന്ദിക്കാൻ, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് നൽകാൻ ഈ ഭാഷയോടും സംസ്കാരത്തോടൊക്കെ സ്നേഹമുള്ള ആളുകൾ എന്നുള്ളതിൽ നമുക്ക് ബാധ്യതയുണ്ട്. പുത്തൂർ റഹ്മാൻ്റെ ചരിത്രം ഈ പുസ്തകം വായിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു കഠിനാധ്വാനി, ഒരു പോരാളിയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമര സമയത്ത് മുന്നിൽ ചാടി വീഴുന്നു, അതിനെ നയിക്കുന്നു. വളരെ കൃത്യമായി അദ്ദേഹം വിദ്യാഭ്യാസം നേടുന്നു. ആ നിലയ്ക്ക് അദ്ദേഹം സമൂഹത്തോട്, അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള സഹജീവികളോട് അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പോരാളിയായിട്ടാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കേരളത്തിൽ രൂപപ്പെട്ടുള്ള നവോത്ഥാനവും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഔന്നിത്യങ്ങളും അത് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം മനുഷ്യർക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും സ്റ്റെപ്പ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം അത് അദ്ദേഹത്തിൽ എവിടെയും 2018 പ്രളയത്തിന് ശേഷം
ലോകത്തെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മൂലധനമുള്ള സമൂഹം എന്ന് പറയുന്നത് കേരളമാണെന്ന് നമുക്ക് നമ്മുടെ പ്രളയത്തെക്കുറിച്ച് നമുക്കറിയാം. 14 ലക്ഷത്തിലധികം ആളുകൾ വെള്ളപ്പൊക്കത്തിൽപ്പെട്ടപ്പോൾ വെറും 423 പേര് മാത്രമേ മരിച്ചുള്ളൂ. അത് നമ്മൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സാമൂഹ്യ മൂലധനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണെന്ന് നമുക്കറിയാം. അതൊക്കെ തന്നെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട്, നേരത്തെ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BP മൊയ്തീൻ ഹാളിൽ മുഖത്തുകാരനായിട്ട് കൂടി ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ക്ഷണിക്കുന്നത്. എന്തായാലും ഞാൻ വരും എന്ന് മലിക്കിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്കിലും ഇതിനു മുമ്പേ തന്നെ മലിക്കും ഞാനൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലിക്കിനെ നേരത്തെ അറിയുന്നതുകൊണ്ട് പലപ്പോഴും ഈ നദികളുടെ തീരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഈ സാംസ്കാരിക പ്രവർത്തനത്തിലും എഴുത്തിലൊക്കെ വലിയ ബലമുണ്ടെന്നാണ്. അതിന് കാരണം നമ്മുടെ മരങ്ങളുടെയൊക്കെ വേരുകൾ വെള്ളത്തിന് വേണ്ടി പോകുന്നത് പോലെ നമ്മുടെ സാംസ്കാരികതയുടെയും ഭാഷയുടെയും ഒക്കെ വേരുകൾക്ക് ജലം വേണമെന്നുള്ള, ജലാംശം വേണമെന്നുള്ള. അതുകൊണ്ട് ചാലിയാറിന് തീരത്തുള്ള മലിക്കിന് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക പ്രവർത്തകനോ ഒരു എഴുത്തുകാരനാവാൻ കഴിയും. അത് പോഷിപ്പിക്കാൻ ഇരുവഞ്ഞിയുടെ തീരത്ത് ഇരിക്കുമ്പോൾ കൂടുതൽ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും എൻ്റെ അധിക പ്രസംഗം നിർത്തുന്നു. ഇത്തരം പരിപാടി സംഘടിപ്പിച്ച മാനവത്തിന് അഭിവാദ്യങ്ങൾ. പുസ്തകം എഴുതിയിട്ടുള്ള മലിക്കിന് അഭിവാദ്യങ്ങൾ. തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് മാതൃകയാവുന്ന പുത്തൂർ റഹ്മാൻ സാന്നിധ്യത്തിൽ തന്നെ അഭിവാദ്യങ്ങൾ. താങ്ക് യു. ഈ പുസ്തകം വായിച്ചപ്പോഴും അതെൻ്റെ ഒരു ചരിത്രം എന്നാണ് ഞാൻ പറയുന്നത്. 1981 ഞാൻ സ്കൂളിൽ വടക്കുപുരി സ്കൂളിൽ കാണുന്നുണ്ട്. അതാണ് അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ ആടില്ലാത്തപ്പോൾ ഇറങ്ങുന്നതൊക്കെ തന്നെ. സ്കൂളിൽ ചേർന്ന് ഒരു എനുമറേഷന് പോയപ്പം ഓരോ വീടും അടുത്ത ചെറ്റ വീടുകളാണ്. അതോടൊപ്പം തന്നെ ഒരു കുട്ടി താമസിക്കുന്നത് പുറമ്പോക്കിലാണ്. താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് ഒരു കുടുംബം പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. ആ കുട്ടി ശൈതലവി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ അടുത്ത് തന്നെ അവർ ക്ഷണിച്ച് പോയി നോക്കുമ്പോൾ ഈ ശൈതലവി നാട്ടിലെ വലിയൊരു സമ്പന്നനാണ് പറയുന്നത്. അതാണ് ഇരുവഞ്ഞിയുടെയും ചാലിയാറിൻ്റെയും തീരത്തുള്ള ഒരുപാട് ദരിദ്ര ബാല്യങ്ങളെ സമ്പത്തിൻ്റെ ഉത്തുംഗതയിലെത്താൻ നമ്മുടെ ഗൾഫ് പ്രവാസം സാധിച്ചിട്ടുണ്ട്. അതിന് നിറഞ്ഞ ഉദാഹരണമാണ് മലിക്കിൻ്റെ ബുക്ക് നമുക്ക് നൽകുന്നത്. വൈകിയ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മറുമൊഴി എന്നുള്ളത് ഒരു വളരെ ബേജാറുപിടിച്ച സംഗതിയാണ്. ആദ്യം ഞാൻ നന്ദി പറയാം, എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിനും എൻ്റെ പുസ്തകത്തെ കുറിച്ച് ചർച്ച നടത്തിയതിനും. ചർച്ചയ്ക്ക് വേദിയൊരുക്കിയ മാനവത്തിനും നന്ദി, ചർച്ചയിൽ പങ്കെടുത്തവർക്കും നന്ദി, അഭിപ്രായം പറഞ്ഞവർക്കും നിർദ്ദേശങ്ങൾ നൽകിയവർക്കും നന്ദി. അസീസ് മാഷും എൻ്റെ അളിയൻ സലാംക്കയും കാര്യമായ രണ്ട് വിമർശനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു. അത് രണ്ടും ഒരേ കാര്യം തന്നെ രണ്ട് വിധത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായിട്ടും മറ്റ് സാംസ്കാരികമായിട്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് പേർ. ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തെ അക്ഷരങ്ങളിലേക്ക് പകർത്തുമ്പോൾ ആ എഴുത്തിൽ എന്ത് സംഭവിക്കുന്നു, ഒരു വൈരുദ്ധ്യങ്ങളുടെ സമന്വയം എന്താണ്, അതിൻ്റെ ഉൽപ്പന്നം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അളിയൻ സലാംക്ക പറഞ്ഞു, ഞാനെന്തോ ഭയപ്പെട്ട് എൻ്റെ സർഗാത്മകത മുഴുവൻ അത് പുറത്തു വന്നില്ല. ഷഹനാസ് ആദ്യം അയച്ചു തന്ന ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോഴാണ് ഇത് എഴുതാൻ മാത്രം ഉണ്ട് എന്നുള്ളൊരു വാശിയിലേക്കും അത് എഴുതണം എന്നുള്ളൊരു തീർപ്പിലേക്കും ഞാൻ എത്തുന്നത്. പിന്നീട് അതിൽ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരണം. അപ്പോൾ നേരത്തെ പറഞ്ഞു KMCCയുടെ കാര്യം മുഹമ്മദ് കക്കാട് പറഞ്ഞു. KMCCയുടെ കാര്യം മറ്റു പലരും വിമർശനമായി ഉന്നയിക്കുകയും അത് ഡീഗ്രേഡിങ് ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്ത ആൾക്കാർ നമ്മൾ സുഹൃത്തുലത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഇത് KMCCയുടെ പുസ്തകമല്ല, ഇത് KMCCയെ കുറിച്ച് പറയാനുള്ള പുസ്തകമല്ല. ഇത് പുത്തൂർ റഹ്മാൻ എന്നൊരാളെ കുറിച്ചുള്ള പുസ്തകം. ആ പുത്തൂർ റഹ്മാന്റെ ജനനം മുതൽ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്ന, ഇന്നല്ല ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ആ ദിനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹം കടന്നു വന്ന വഴികളും അദ്ദേഹം അലങ്കരിക്കുന്ന പദവികളും ഒക്കെയാണ് അതിൽ പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന, ഞാൻ വായിച്ചതും കേട്ടറിഞ്ഞതും അന്വേഷിച്ചറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വൈരുദ്ധ്യത്തിൻ്റെ ഒരു ഏറ്റുമുട്ടൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളതിന് ഷഹനാസ് സാക്ഷിന്റെ പ്രവർത്തനം. ഈ
സമ്പത്ത് ഒരാളെ കയ്യിൽ ചെന്ന് കൂടുന്നത് അല്ലെങ്കിൽ കുമിഞ്ഞു കൂടുകയോ കൂടുതൽ അയാളുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ സമ്പത്തോ സ്വാധീനമോ അധികാരമോ വരുന്നത്, അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അധികാരമോ ചുമതലകളെല്ലാം ജനങ്ങളോടുള്ള നിറവേറ്റേണ്ട ചുമതലകളും കർത്തവ്യങ്ങളുടെയും ഭാഗമാണ്. അതല്ലാതെ ഇതൊന്നും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനോ ഉള്ളതല്ല എന്ന് ഞാനതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ബോധം ഉള്ള ഒരാളുമാണ് പുത്തൂർ റഹ്മാൻ എന്നും ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അസീസ് മാഷെ വിമർശനത്തിനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ അതതിലുണ്ട്. പക്ഷേ ചില സമയത്ത് അതിൽ മിക്കവാറും ഒരു ഫോട്ടോ ആയിരിക്കും ഒരു കുട്ടിക്ക് കൈമാറുന്ന, അത് ചില നിർബന്ധങ്ങളുടെ പേരിൽ ഞാനതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ എന്നെ കൊണ്ടാവും വിധം ശ്രമിച്ചു. പക്ഷേ പറഞ്ഞ പോലെ പ്രസാധകരും പിന്നെ ബാക്കിയുള്ളത് കാണുന്നവരും ഇതിനെ പ്രതീക്ഷിക്കുന്നവരൊക്കെ പ്രതീക്ഷിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ അത് നിർബന്ധമായും വെക്കേണ്ടി വന്നതുകൊണ്ട് വെച്ചാണ്. സാധാരണഗതിയിൽ എഴുത്തുകാരനെ സംബന്ധിച്ച് എഴുതി കൊടുത്താൽ തീർന്ന്, പക്ഷേ പുസ്തകം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ചുമതലയും കൂടി പ്രസാധകൻ എന്നെ ഏൽപ്പിച്ചു. പിന്നെ അക്ഷരത്തെറ്റുകളുടെ അതിൽ സ്പേസിങ് എന്നുള്ളത് പ്രൂഫ് റീഡിങ്ങിൻ്റെ തകരാറല്ല, അത് പുതിയ ഈ ഫോർമാറ്റിലുള്ള സിസ്റ്റത്തിൽ വരുന്ന, ഒന്നാമത് ഇംഗ്ലീഷ് ലെറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വരുന്നത്. മലയാളം അക്ഷരം വരുമ്പം അത് ചിലത് ചാടിപ്പോകും, അത് ചേർത്ത് നിർത്താൻ കഴിയില്ല. ചേർത്ത് നിർത്തുമ്പം അപ്പുറം ഇങ്ങോട്ട് ഗ്യാപ്പ് പോകും. അങ്ങനെ അതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട്. അതൊക്കെ അടുത്ത ജനറേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശരിയാവുമായിരിക്കാം. അത് വാക്കുകളിലെ അക്ഷരങ്ങളും വാക്കുകൾ തമ്മിലൊക്കെ സ്പേസ് അക്ഷരത്തെറ്റുകൾ ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പുസ്തകം 6-ാം തീയതി പ്രകാശിപ്പിക്കേണ്ടത്, നവംബർ 6. നവംബർ 4 നമ്മളത് പ്രസ്സിലേക്ക് വിട്ടു. 5 പുലർച്ചെ വിളി വരുന്നു, അതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ചേർക്കണം എന്നാണ്. പ്രിന്റിങ് തുടങ്ങി 100 കോപ്പി പ്രിന്റ് ചെയ്തെടുത്ത് പ്രിന്റിങ് നിർത്തി വെച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടത് ഈ 6-ാം തീയതി അദ്ദേഹം അയച്ചു തന്ന ഡാറ്റകളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൊക്കെ അതിൽ കോട്ട് ചെയ്ത് കൊടുത്തു നോക്കുന്നുണ്ട്. അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അത് വരേണ്ടായിരുന്ന എൻ്റെ ഒഴുക്ക് പിന്നെ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് കയറുമ്പോഴാണ് ശൈലിയിലുള്ള മാറ്റം അവിടെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ 5 ദിവസം കൊണ്ട് ഈ പേജുകളൊക്കെ അതിൽ റീസെറ്റ് ചെയ്ത് കൂട്ടി ചേർത്ത് 12-ാം തീയതി റിലീസാണ്. പിന്നെ അടുത്ത റിലീസ് ഡേറ്റ് 12-ആണ്. ആ 12-ന് റിലീസ് ചെയ്യണമെങ്കിൽ 12-ന് രാവിലെയെങ്കിലും പുസ്തകം ഷാർജയിലെത്തണം. 12-ന് രാവിലെ ഷാർജയിലെത്തണമെങ്കിൽ 11-ാം തീയതി വൈകുന്നേരം അത് പാക്ക് ചെയ്ത് കിട്ടണം. അതിന് 8-ാം തീയതിയെങ്കിലും പ്രിന്റിന് പോകണം. 6-ാം തീയതിയാണ് നമുക്ക് മാറ്റർ കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഉണ്ടാകാവുന്ന അക്ഷരത്തെറ്റുകളെ അതിലുണ്ടായിട്ടുള്ളൂ. അത് വായനക്കാർ ക്ഷമിക്കുക. ഈ പുസ്തകത്തിൽ ഞാൻ ഡിക്റ്റേച്ചറാണ് ശരിക്കും. അപ്പോൾ ഭയപ്പെട്ടിട്ടല്ല, ഈ പുസ്തകം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു മുസ്ലിം ലീഗുകാരനാണ്, ഞാനതല്ല, മുസ്ലിം ലീഗ് വിരുദ്ധനും കൂടിയാണ്. പക്ഷേ പുസ്തകം എഴുതുമ്പം എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കാര്യങ്ങൾ ആവിഷ്കരിക്കാം, എൻ്റെ ചിന്തകൾ ആവിഷ്കരിക്കാം. മറ്റൊരാളുടെ ജീവിതത്തെ ഞാൻ ആവിഷ്കരിക്കുമ്പോൾ അത് അയാളുടെ ജീവിതത്തോട് ഞാൻ സത്യസന്ധത പുലർത്തണം. ആ ജീവിതം തന്നെ ആയിരിക്കണം അതിൽ വരേണ്ടത്. അത് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ആളല്ല. എൻ്റെ കാഴ്ചപ്പാട് അതിനെ സ്വാധീനിക്കുന്നുണ്ടാവാം, അതിൻ്റെ പശ്ചാത്തല വിവരണത്തിലൊക്കെ സ്വാധീനിക്കുന്നുണ്ടാവാം. പിന്നെ മലബാറികൾ എങ്ങനെ ഗൾഫിലേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് തുടങ്ങിയത്. അത് നന്നാവും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ് ഞാനത് ചെയ്തത്. അത് ഇവിടെ പറഞ്ഞു കേട്ടോടത്തോളം എല്ലാവർക്കും അത് സ്വീകാര്യമായി എന്ന് തന്നെയാണ്. ചിത്രങ്ങളുടെ വർണ്ണപ്പൊലിമയില്ലായ്മ, വർണ്ണാഭമല്ല ഒരു പുസ്തകവും. പുസ്തകങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കാരണം സത്യവും അസത്യവും കൃത്യമായി വെളിപ്പെടുത്തേണ്ടതാണ്, രേഖപ്പെടേണ്ടത് അങ്ങനെയാണ്. അതിനിടയ്ക്കുള്ള ഒരു ഗ്രേ ഏരിയ ഇല്ലാത്തതാണ് സത്യത്തിനും അസത്യത്തിനും ഇടയിലുള്ളത്. പുസ്തകം എന്നുള്ളത് റീഡബിൾ ആകുന്നത് അത് കറുപ്പിലും വെളുപ്പിലും തന്നെയാണ്. കറുപ്പിലും വെളുപ്പിലും മാത്രമേ നമുക്ക് സത്യത്തെ ആവിഷ്കരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് ഉപയോഗപ്പെടുത്തിയതും. കളറാക്കുമ്പോൾ അത് നെയ്യ് പൊരിച്ച കടലാസാണ്, അതായത് ആർട്ട് പേപ്പർ. അതൊരിക്കലും വായനയെ സുഖിപ്പിക്കൂല, വായനക്കുള്ള ഒരു ഈസിനെസ് കിട്ടൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ വായന രസമുള്ളൂ. പിന്നെ ചിത്രങ്ങൾ മാത്രം കളറാക്കാം, അത് വേറൊരു ഏരിയ ആവും. അപ്പോൾ പിന്നെ പുസ്തകവുമായിട്ട് അതിന് ബന്ധമുണ്ടാവില്ല. ഈ പുസ്തകത്തിൻ്റെ ചേർച്ച ആ റെലവൻ്റ് ആയിട്ടുള്ള സ്പേസിൽ ചിത്രങ്ങൾ വരിക എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ആകർഷണവും ചിത്രത്തിൻ്റെ പ്രസക്തിയും. അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ചിത്രം വരക്കാനായിട്ടൊരു പേജും
പിന്നെ കാര്യം പറയാനായിട്ട് മറ്റൊരു പേജും എന്നുള്ളത് തികച്ചും ലോജിക്കലി അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കളർഫുൾ ആകുന്നത് ജീവിതമാണ്, അത് പട്ടണ ജീവിതമാണ് വർണ്ണാഭമാവുന്നത്. ഗ്രാമജീവിതങ്ങൾ പലപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പലപ്പോഴും അല്ല മിക്കവാറും 90% ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എവിടെയെങ്കിലൊക്കെ അതുണ്ടാവും. അപ്പം നിങ്ങൾ തന്ന സ്നേഹത്തിന്, നിങ്ങൾ ചേർത്ത് പിടിച്ചതിന്, ഇത് എഴുതാൻ എന്നെ ഏൽപ്പിച്ച ഷഹനാസിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഏതായാലും ഒരു ആത്മസുഹൃത്ത് അനുമോദിക്കപ്പെടുന്നതിൻ്റെ ആത്മനിർവൃതിയിലാണ് ഞാനും. കാരണം നേരത്തെ പരാമർശിക്കപ്പെട്ട കുത്തകവിരുദ്ധ സമരത്തിൻ്റെ ബീജാഭാവം മുളപൊട്ടുന്നത് മരിക്കുന്ന കണ്ണട ഷോപ്പിൽ ഞാനും പുരുഷവും മരിക്കുമായുള്ള സായാഹ്ന സംഭാഷണങ്ങളിൽ നിന്നാണ്. അതിനുശേഷം അതേപോലെ തന്നെ ഈ മാനവത്തിന് രൂപം കൊടുക്കുന്നതും അത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ആ കൂട്ടത്തിലും തുടക്കം മുതലേ തുടക്കക്കാരനായും ഒടുക്കക്കാരനായും ഞാൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആദരവ്, മരിക്കൽ നൽകിയ ആദരവ് എനിക്ക് കൂടിയുള്ള അംഗീകാരമായി ഞാൻ കാണുന്നു. മറ്റൊന്നും പറയുന്നില്ല. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകം എഴുതാനും പ്രസിദ്ധീകരിക്കാനും, എഴുതാൻ മലിക്കിനെ ഏൽപ്പിക്കുകയും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ മാക്ബത്തിൻ്റെ ഉടമയെ പ്രത്യേകം ശ്ലാഘിച്ചുകൊണ്ട്, പിന്നെ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളാണ്. കാനേഷായാലും ലുക്മാനായാലും എല്ലാവരും സുഹൃത്തുക്കളാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും അതേപോലെ സദസ്സിനെ സമ്പുഷ്ടമാക്കിയ പ്രിയമിത്രങ്ങൾക്കും സ്നേഹപൂർവ്വം മാനവത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് അവസാനിപ്പിക്കും.